ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലെ RLV കോളേജിലാണ്. RLV കോളേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഒരുപാട് വലിയ വലിയ കലാകാരന്മാരും കലാകാരികളും പഠിച്ചിറങ്ങിയ കോളേജാണ്. ഇനിയും പുതുതലമുറയിൽ ഒരുപാട് കഴിവുള്ള ആർട്ടിസ്റ്റുകളെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കോളേജാണ്. ആ കോളേജിലാണ് ഇന്ന് നിൽക്കുന്നത്. അവിടെ കുട്ടികൾ റെഡിയായിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ എപ്പിസോഡിലേക്ക് പോകാം. കമാൺ. സ്വലെ, സ്വന്തം ലേഖകൻ, മനോഹരമായൊരു മലയാള ചിത്രമായിരുന്നു. അതിൽ ദിലീപേട്ടനും സലീം കുമാറും തമ്മിലുള്ളൊരു സീക്വൻസാണ്. പാലാഴി സാറ് മരിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്ക് പത്രപ്രവർത്തകരായ സലീം കുമാർ ഓടി വരികയും അവിടെ നടക്കുന്ന കുറച്ച് രസകരമായ സീക്വൻസാണ് നമ്മളിന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതുപോലൊരു സുവർണാവസരം കിട്ടിയെന്ന് വരില്ല. ഞാൻ പോയിട്ട് കിടക്കെന്നൊരു 4 ഫോട്ടോ എടുത്തിട്ടാ. പാലാഴി സാറ് മരിച്ചിട്ടില്ല, അതെനിക്കറിയാം. അങ്ങേരും മരിച്ചാൽ ഇതുപോലെ തന്നെയല്ലേ കിടക്കുള്ളൂ, അല്ലാതെ എഴുന്നേറ്റിരുന്ന് പൊട്ടിച്ചിരിച്ച് വേറെ പോസം തരില്ലല്ലോ. ഉണ്ണിമാധവ, ഒരു പഴഞ്ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു നട്ടാൽ ആപത്ത് കാലത്ത് മൂക്കത്ത് വെക്കാം. മനസ്സിലായില്ല എന്ന് വെച്ചാ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ ഒരു കിരലൻ ക്യാപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. കടച്ചിൽ നിന്ന പാലാഴി. വേണ്ട, ഈ ക്യാപ്ഷൻ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തിരുന്നെങ്കിലേ അവർ അപ്പടിച്ചേനെ. സ്റ്റോപ്പിംഗ് ദ കടച്ചിൽ ഓഫ് പാലാഴി. വെരി ഗുഡ്. യെസ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായ ഗായത്രി മാമിനെ വേദിയിലേക്ക് വിളിക്കുകയാണ്. വരൂ പ്ലീസ്. ഇതിലെ ഏറ്റവും വലിയ രസം, ടീച്ചർ അറിഞ്ഞില്ല ഇതിൽ ഞങ്ങൾ വിളിക്കുന്ന കാര്യം. പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നായിരുന്നു. ഇത്രയും വലിയൊരു അബദ്ധമാവെന്ന് വിചാരിച്ചില്ല. ഞാനത് ഇങ്ങനെയൊക്കെ ആക്കിയാവോ? ഗായത്രി മാം ഡിപ്പാർട്ട്മെന്റ് ഹെഡല്ലേ? അല്ല, ഗസ്റ്റാണ്. ഏതാണ്? ഏത്? മോഹിനിയാട്ടം. എവിടെ? നാട് എവിടെയാണ്? ചങ്ങനാശ്ശേരി. കുട്ടികൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പറയാലേ. നല്ലത് പറഞ്ഞു. ഇല്ല, നല്ല കുട്ടികളാണ്. ഓക്കെ, ടീച്ചർ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അതെ, വാ നമുക്കൊന്ന് അടിച്ച് കേറാം. ആദ്യമായി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു, പ്ലീസ് കം. എന്താണ് പേര്? മൗഷ്മി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് RLV കോളേജ്? സൂപ്പർ. ഏതാണ് എടുത്തിരിക്കുന്നത്? മോഹിനിയാട്ടം. അപ്പോൾ എല്ലാവരും മോഹിനിയാട്ടമാണ് ഫുള്ള്? ഓക്കെ, അതാണ് ഈ കോസ്റ്റ്യൂം? ഓക്കെ. അപ്പോൾ മോഹിനിയാട്ടം ചെയ്യുന്ന മൗഷ്മി 4 വരി പാട്ടോടുകൂടി എപ്പിസോഡ് ആരംഭിക്കാൻ പോവുകയാണ്. പ്ലീസ്. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. കാനല്ലാകുമോ കാരിതൈ കനവ്, ദാഗം തീർക്കുമോ കൂടെ എൻ നിനവ്, തൊലൈവിലെ വെളിച്ചം തനിമയിൽ ഉരുകും മനിച്ചം, കനവ് താനിതുവും കലൈന്തിടും എന നെഞ്ചിൽ ദിനം വരുതേ അച്ചം. വാവ്, ഫാന്റാസ്റ്റിക്. വളരെ അനുസരണമുള്ള കുട്ടിയാണ്. 4 വരി എന്ന് പറഞ്ഞാൽ 4ാമത്തെ വരി നിർത്തിയിരിക്കും. അടിപൊളി. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായി. അപ്പം നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. എന്താണ്? വെള്ളം വേണോ? ഇതുപോലൊരു സുവർണാവസരം ഇനി കിട്ടില്ല. ഞാൻ കിടക്കേന്ന് പോയി 4 ഫോട്ടോ എടുത്തിട്ട് പോയി 4 ഫോട്ടോ എടുത്തിട്ട് വരാം. ഉരുളി കമത്തുണ്ടായിരുന്നു. പാലാഴി സാർ മരിച്ചിട്ടില്ലെന്ന് അതെനിക്കറിയാം. അയാൾ മരിച്ചാൽ അങ്ങനെ തന്നെയല്ലേ കിടക്കുള്ളൂ. എഴുന്നേറ്റ് വന്ന് പൊട്ടിച്ചിരിച്ച് പോസും തരില്ലല്ലോ. മോളെ വസുമതി, മോളെ മുഖത്തിനെന്ത് പറ്റി? പ്രേതോ? എവിടെ? അയ്യോ, കരിമ്പൂതം. ഉണ്ണിമാധവ, ഞാൻ ഒരു പഴഞ്ചൊല്ല് പറയാം. സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു നട്ടാൽ ആപത്ത് കാലത്ത് മൂക്കത്ത് വെക്കാം. മനസ്സിലായില്ല? അതായത് ഇപ്പൊ എടുത്തു വെച്ച് എപ്പോ വേണേലും എടുക്കാലോ, അങ്ങനല്ലേ? ശ്രീകുട്ടാ, രാത്രി നിനക്ക് പുട്ട് വേണം നിർബന്ധമുണ്ടോ? ചപ്പാത്തി ആയാലോ? നീ ഇത്രയും നേരം ഇതിനകത്ത് ചപ്പാത്തി ആയിട്ടോണ്ടിരുന്നത്? അല്ലടാ, ഇതിന്റെ ചില്ലിടാൻ മറന്നുപോയി.
ഇപ്പൊ എടുത്തു വെച്ച് എപ്പോ വേണേലും ഫോട്ടോ എടുക്കാലോ. അല്ല സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. പാവം. ഇപ്പോ എടുത്തു വെച്ചാ എപ്പോ വേണമെങ്കിലും എപ്പോ വേണേലും കൊടുക്കാലോ. കൊടുക്കാലോ ഉപയോഗിക്കാമല്ലോ. ഞാൻ തന്നെ ഒരു ക്യാപ്ഷൻ പറയാം. എന്താണ് പറ കേക്കട്ടെ. പാലാഴി നിന്ന അല്ല കടച്ചിൽ നിന്ന പാലാഴി. ഈ പാലാഴി കടയാന്ന് പറഞ്ഞ എന്താണെന്നറിയോ? കടച്ചിൽ നിന്ന അത് കടയുന്നേ. എവിടെ കടയുന്ന എവിടെ? ഓ ബാക്കിലായിരുന്നു, ബാക്കിൽ വെച്ചിട്ടുണ്ട് കടയുന്ന. ഈ ക്യാപ്ഷൻ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തിരുന്നെങ്കിൽ അവരെ അപ്പന്നെ അടിച്ചേനെ. അപ്പൊ തന്നെ അടിച്ചേനെ. പരീക്ഷിക്കുകയാണ് അല്ല നിരീക്ഷിക്കുകയാണ്. അപ്പൊ തന്നെ അടിച്ചേനേന്ന്. പിന്നെ സ്റ്റോപ്പിംഗ് ദി കടച്ചിൽ ഓഫ് പാലാഴി. സ്റ്റോപ്പിംഗ് ദി കടച്ചിൽ പാലാഴി. അതാണ് സ്റ്റൈൽ. ഓക്കെ കൊള്ളാം. സ്റ്റൈലി പറഞ്ഞ സ്റ്റോപ്പിംഗ് ദി കടച്ചിൽ ഓഫ് പാലാഴി. ഞാൻ അവനെ ഒരു പാവയാക്കി നിന്റെ കയ്യിലോട്ട് തരാം. ഓ എങ്കിൽ സന്തോഷായി ഗുരു. വെരി ഗുഡ്. പാലാഴി കടയെന്ന് പറഞ്ഞ എന്താ? അതല്ലേ ഏത് മൗഷ്മി എങ്ങനെയാണ് പാലാഴി കടയുന്നത്? ഇങ്ങനെ അതൊരു രസകരമായിട്ട് കാണില്ലേ. പിന്നെ എന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പാലാഴി കടയിൽ ശരിയാക്കി. ഓക്കെ പാലാഴി കടഞ്ഞ. അപ്പൊ ഓക്കെ, താങ്ക് യു. എന്റെ വേട്ടക്കൊരു മകനെ നീ രക്ഷിച്ചു. എന്താണ് പേര്? ശിവപ്രിയ. 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 നാട് എവിടെയാണ്? തൃശ്ശൂര്. അപ്പം ഒരു പാട്ടൊക്കെ പാടിക്കൂടെ? ഇക്ക് പാട്ടറിയില്ല. ഡാൻസ് ചെയ്യാം. അതാ പാലാഴി ഒരുപാട് ഡാൻസ് കൂടി കാണിച്ചാൽ മതി. അപ്പൊ റെഡി, ആക്ഷൻ. ചെരുപ്പിട്ടുണ്ട്, കളിക്കാൻ പാടില്ല. ചെരുപ്പ് ഒരിക്കലും അനാവശ്യം ഇത് വലിയ കോടാലി ആയല്ലോ. അപ്പൊ റെഡി, നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതുപോലൊരു സുവർണാവസരം ഇനി കിട്ടിയെന്നില്ല. ഞാൻ കടക്കേന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് 4 ഫോട്ടോ എടുത്തിട്ട് വരാം. കടക്കേന്ന് 4 ഫോട്ടോ എടുത്തിട്ട് വരാം. പാലാഴി സാർ മരിച്ചിട്ടില്ല, അതറിഞ്ഞില്ല? അതെനിക്കറിയാം. അയാൾ മരിച്ചാലും ഇതുപോലെ തന്നെ കിടക്കത്തുള്ളൂ. അല്ലാതെ പൊട്ടിച്ചിരിച്ച് 4 പേർ പോസൊന്നും തരില്ലല്ലോ. ബാംഗ്ലൂർ ഫാഷനാ കണ്ടിട്ട് പേടിയാവുന്നു. ഉണ്ണിമാധവ, പണ്ടൊരു ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞുതരാം. ആപത്ത് കാലത്ത് പഞ്ഞിക്കുരു നട്ട കാപത്ത് തിന്നാന്ന്. യോ പഞ്ഞിക്കുരുവിലെ കാ ഞാൻ കഴിച്ചിട്ടില്ല. എങ്ങനെ ഉണ്ടാവും അത്? അങ്ങനെ സത്യം പറയണം. സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു നട്ട ആപത്ത് കാലത്ത് മൂക്കത്ത് വെക്കാം. സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു നട്ട ആപത്ത് കാലത്ത് മൂക്കത്ത് വെക്കാം. ഉറപ്പാണോ? മനസ്സിലായില്ല. എന്ന് വെച്ചാ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാ നമുക്കത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഉദാഹരണം ഞാനൊരു ക്യാപ്ഷൻ പറഞ്ഞുതരാം. കടച്ചിൽ നിന്ന പാലാഴി. ഇത് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തെങ്കിൽ അവരിപ്പൊ തന്നെ അടിച്ചേനെ. സ്റ്റോപ്പിംഗ് ദ കടച്ചിൽ ഓഫ് പാലാഴി. വെരി ഗുഡ്. പാലാഴി കടയിൽ നിന്ന് കാണിച്ചിട്ട് പോയി. അല്ല അതൊരു സ്റ്റൈലാണ്. കൊള്ളാം, നല്ലൊരു കൈയടി കൊടുക്കുക. ഭഗവാൻ ആപ്കാ ബലാ കരോ. ആയിക്കോട്ടെ. പേരെന്താണ്? ശ്രീകുട്ടി. ശ്രീകുട്ടി. എവിടെയാണ് നാട്? ഇടുക്കി, കട്ടപ്പന. കട്ടപ്പനയിലാണ്. ഏറ്റവും നല്ല പ്രകൃതി രമണീയ സ്ഥലമാണ് അല്ലേ? അപ്പോൾ മനോഹരമായ ഒരു പാട്ട് 2 വരി പാടുക. എനിക്ക് പാട്ട് പാടാണ്ട് അറിയില്ല. ഓക്കെ. അദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് നമ്മൾ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ ഒരാളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഐശ്വര്യങ്ങ് വാ. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിൽ നിൽക്കുന്ന മുതിര തിന്നരുത് കുതിരെ. അതിരരുത് കുതിരെ. അരുതരുത്. അരുത് കുതിരെ. അയ്യോ. മുതിരരുത് കുതിരെ. അരുതരുത് കുതിരെ. അരുതരുത് കുതിരെ. മുതിരരുത് കുതിരെ. അതിരിൽ നിൽക്കുന്ന മുതിര തിന്നരുത് കുതിരെ. അരുതരുത് കുതിരെ. മുതിരരുത് കുതിരെ. അതിരിൽ നിൽക്കുന്ന മുതിര അല്ല, എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. അതിരിൽ നിൽക്കുന്ന മുതിര തിന്നരുത് കുതിര. റെഡി, ഇതെല്ലാം മായ്ച്ചു കളഞ്ഞ് ഒന്നേന്ന് നമ്മൾ പറയണം. 2 പ്രാവശ്യം പറഞ്ഞിട്ട് പോയിക്കോട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അരുതരുത് കുതിരെ. മുതിരരുത് കുതിരെ. അതിരിൽ നിൽക്കുന്ന മുതിര തിന്നരുത് കുതിര. ഒരു കാര്യം ചെയ്യാം, സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. പറഞ്ഞു. കൃഷ്ണമൂർത്തിയുടെ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ഇവന് ഇതൊക്കെ പറയുവാ. മൂത്ത പുത്രൻ പറഞ്ഞോട്. കൃഷ്ണമൂർത്തിയുടെ തെറ്റി പോവാണ്. ഒന്ന് പറഞ്ഞു കൊടുത്ത നമ്മളെ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കണ്ടാ? കൃഷ്ണമൂർത്തിയുടെ പൊയ്ക്ക. ഓക്കെ മോളെ, താങ്ക് യു. നീ എന്തിനാ ഇറങ്ങി വരുന്നത്? ആണി പറിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇവരോടല്ലേ പറഞ്ഞത്?
ഒരാൾക്കൊരു തെറ്റ് പറ്റിയത് ഭയങ്കര ചിരി മുഖത്തൊക്കെ ഇടിച്ച ചിരി മോശമൊക്കെ ഇടിച്ചിട്ട് ചിരിക്കുന്നു. എന്താണ് പേര് ഇദ്ദേഹത്തിന്റെ? ആര്യ നമ്പൂതിരി. നമ്പൂരിയാന്ന് ഏതിലെത്തിയ മേമന ഇല്ലത്തെ വാമന നമ്പൂരിയാണോ കുട്ടിയുടെ അച്ഛൻ? ആണെങ്കിൽ തനിക്കെന്താ? ആര്യ എവിടെയാണ് നാട്? കണ്ണൂര്. കണ്ണൂരാണ്. ഇവിടെ ഏതിനാണ്? മോഹിനിയാട്ടം മോഹിനിയാട്ടം. ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പൊ റെഡി? 1 2 3 സ്റ്റാർട്ട്. എല്ലാം കയ്യിൽ പോയി. ഇവിടെ ഇന്ന് ഡാൻസ് ഒക്കെ കാണിക്കുന്നത് വന്നിട്ട് പറയാം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഇതുപോലൊരു സുവർണാവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. ഞാൻ പോയി കടക്കേന്ന് ഒരു 4 ഫോട്ടോ എടുത്തിട്ട് വരാം. അതിന് പാലാഴി സാർ മരിച്ചിട്ട് കുറെ നേരമായി. അല്ല സാർ മരിച്ചിട്ടില്ല. പാലാഴി സാർ മരിച്ചിട്ടില്ല. അതെനിക്കറിയാം. വീട്ടിൽ പോണില്ലേ? ആകെ ഒരു ചായയും കുടിക്കും, കാശ് വെച്ചാൽ ചെവിയും കേൾക്കൂല. മരിച്ചാലും അങ്ങേര് ഇങ്ങനെയല്ലേ കിടക്കുക. ഏറ്റന്ന് പൊട്ടിച്ചിരിച്ച് പോസ്റ്റ് ഒന്നും തരില്ലല്ലോ. ഉണ്ണിമാധവ, സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു നട്ട, ആപത്ത് കാലത്ത് മൂക്കത്ത് വെക്കാം. മനസ്സിലായില്ല. ശരി, അല്ല അഭിനയത്തിന്റെ മുന്നേ ഞാൻ അങ്ങ് മറന്നു എന്റെ ഡയലോഗ്. പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനസ്സിലായില്ല എന്ന് വെച്ചാ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാ എപ്പോ വേണമെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ ഞാനൊരു ക്യാപ്ഷനും കൂടെ പറഞ്ഞുതരാം. കടച്ചിൽ നിന്ന പാലാഴി. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത അവരപ്പ തന്നെ അടിച്ചേനെ. സ്റ്റോപ്പിംഗ് ദ കടച്ചിൽ ഓഫ് പാലാഴി. വെരി ഗുഡ്. അടിപൊളി. നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കുളത്തി മുങ്ങിയാ കിണറ്റി പോകുന്നവനാ. ചേട്ടനാ? അല്ല നീ. എന്താണ് പേര്? അഞ്ജലി. അഞ്ജലി. എവിടെയാണ് നാട്? പാലക്കാട്. പാലക്കാടാണ്. ഓക്കെ. അഞ്ജലി പാലക്കാട് വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. നന്ദി. ഡയറക്റ്റ് നമുക്ക് അഭിനയത്തിലേക്ക് പോവാം. 1 2 3 സ്റ്റാർട്ട്. എന്തായിരുന്നു? ഇത്ര നേരം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നല്ലേ? അതെനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ കിട്ടില്ല? കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഇതുപോലൊരു സുവർണാവസരം എനിക്ക് കിട്ടിയെന്നില്ല. ഞാൻ പോയി കടക്കേന്ന് 4 ഫോട്ടോ എടുത്തിട്ട് വരാം. അതിന് പാലാഴി സാർ മരിച്ചിട്ടില്ല. അതെനിക്കറിയാം. മരിച്ചാലേ ആൾ അങ്ങനെ തന്നെയല്ലേ കിടക്കാൻ പോണേ. എനിക്ക് വന്നിരുന്ന് ചിരിക്കൊന്നും ഇല്ലല്ലോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ. സത്യ. ഉണ്ണിമാധവ, ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്താണ്? സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു നട്ടാൽ ആപത്ത് കാലത്ത് മുക്കത്ത് വെക്കാം. ഓ, അത് മനസ്സിലായില്ല എനിക്ക്. അതായത് ഇപ്പൊ ഒരു 4 ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും കൊടുക്കാലോ. വേണമെങ്കിൽ ഞാൻ ഒരു ക്യാപ്ഷൻ പറഞ്ഞുതരാം. എന്താണ്? കടച്ചിൽ നിന്ന പാലാഴി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഇതിപ്പോ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴും അടിച്ചിറക്കിയാനെ. എങ്ങനെയായിരുന്നു അത്? സ്റ്റോപ്പിംഗ് ദി കടച്ചിൽ ഓഫ് പാലാഴി. വെരി ഗുഡ്. വെരി ഗുഡ്. വളരെ വെരി ഗുഡാണ്. ഇദ്ദേഹം ഒരുവിധം എല്ലാ കൺക്വസ്റ്റുകളും ഒറ്റ അടിക്ക് തന്നെ പറയുകയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ സാധനം കൂടി കൊടുക്കണം. അത് ഒറ്റ അടിക്ക് പറഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു കയ്യടിയായിരിക്കും ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉണ്ട്, കുണ്ടിൽ വീണു. കൂടുതൽ മൊണാലിറ്റടിയൊന്നും വേണ്ട. എന്ത് ചൂടെ ഇന്നൊരു വ്യക്തിയല്ലടാ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടിയിലൊരു കിണ്ടി വേണ്ട. കിണ്ടിയിലൊരു കിണ്ടി. മനസ്സതിന് അനുവദിക്കുന്നില്ല. ഒളതല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. ഒളതല വളവിൽ ഒരു ഒതള മരത്തിൽ അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഒരു ഒതള മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. റെഡി. 1 2 3 സ്റ്റാർട്ട്. ഒളതല എന്നുള്ള സ്ഥലമാണ്. അതിന്റെ വളവിൽ ഒരു ഒതള മരം നിൽപ്പുണ്ട്. അതിന്റെ കഥ. ഒളതല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. റെഡി. 1 2 3 സ്റ്റാർട്ട്. ഒളതല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. 3 പ്രാവശ്യം. അയ്യോ, എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? എണ്ണ തേച്ച് കുളിക്ക്. കൺമണി എവിടെയെന്നാ താൻ പറഞ്ഞത്? പറയാൻ കൊള്ളൂ. എടോ കൺമണി എവിടെയുണ്ടെന്ന്? ഒളതല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. ഒളതല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ആർദ്ര. പിന്നെ എവിടെയാണ്? നാളെ എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ ശരി, നമുക്ക് ഡയറക്റ്റ് അഭിനയത്തിലേക്ക് പോവാം. തുടക്കമേ പോയി. ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ എന്റെ ഗുരുവായൂരപ്പ. റെഡി. ആക്ഷൻ.
ഇതുപോലൊരു സുവർണാവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. ഞാൻ പോയി കിടക്കുമെന്ന് 4 ഫോട്ടോ എടുത്തിട്ട് വരാം. ഞാൻ പോയി കിടക്കുമെന്ന് 4 ഫോട്ടോ എടുത്തിട്ട് വരാം. ശരി. പാലാഴി സാർ മരിച്ചിട്ട് അതെനിക്കറിയാം. മരിച്ചാൽ അയാൾ ഇങ്ങനെ തന്നെയല്ലേ കിടക്കുള്ളൂ. അല്ലാണ്ട് ഇനിയിട്ടിരുന്ന് പൊട്ടിച്ചിരിച്ച് വേറെ ഫോട്ടോയ്ക്ക് പോസൊന്നും തരില്ലല്ലോ. അതില്ല. ഉണ്ണിമാധവ, ഞാൻ ഒരു പഴഞ്ചൊല്ല് പറയാം. സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു നട്ട ആപത്ത് കാലത്ത് മൂക്കത്ത് വെക്കാം. മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഞാൻ കിട്ടില്ല ക്യാപ്ഷൻ പറഞ്ഞു തരാം. കടച്ചിൽ നിന്ന് പാലാഴി. കടച്ചിൽ നിന്ന് പാലാഴി. ഇത് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ അടിച്ചിട്ടേനെ. സ്റ്റോപ്പിംഗ് ദ കടച്ചിൽ ഓഫ് പാലാഴി. വെരി ഗുഡ്. പേര് കീർത്തന. നാട് കൊല്ലം. കീർത്തനയെ കണ്ടാൽ നമുക്കറിയാം അതിമനോഹരമായ ഒരു പാട്ടിനുടമയാണെന്നുള്ളത്. പാട്ട് പാടിയേ പറ്റത്തുള്ളൂ. പിടിക്കേ ഇവിടെ പാടിക്കോ, കൂട്ടിരുന്നോ? റെഡി. അതും പൂജ ഇതും പൂജ വെള്ളരി പൂജാണ്ടമ്മ 7 പേര് കന്യാകുമാരി ആടും പൂജ. അതും പൂജ ഇതും പൂജ വെള്ളരി പൂജാണ്ടമ്മ 7 പേര് കന്യാകുമാരി ആടും പൂജ. കണ്ടൻ മുത്തപ്പന്റെ വെള്ളരി പൂജാണ്ടമ്മ 7 പേര് കന്യാകുമാരി ആടും പൂജ. അതും പൂജ ഇതും പൂജാണ്ടമ്മ 7 പേര് കന്യാകുമാരി ആടും പൂജ. എന്നാലും നീ എന്നെ ഒറ്റക്കെട്ടിട്ട് മുങ്ങിക്കളഞ്ഞില്ലേടാ. മുതലാളിയെ രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പറ്റിയില്ല. മുതലാളി എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഭയങ്കര സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ആള് ബൈക്ക് ഓടിച്ചു കൊടുത്തട്ടെ, പാടിക്കോളാനെന്ന്. കൊള്ളാം കേട്ടോ. വേറെ പേരെന്താ കൂടെ പറഞ്ഞു? അടിപൊളി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. മോഷ്മി സൂപ്പർ, എല്ലാവരും അടിപൊളി. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതുപോലൊരു സുവർണാവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. ഞാൻ പോയി കടക്കയിൽ 4 ഫോട്ടോ എടുത്തിട്ട് വരാം. പാലാഴി സാർ മരിച്ചിട്ടില്ല. എനിക്കറിയാം, മരിച്ചാലും ഇങ്ങനെയല്ലേ കിടക്കൂ. അല്ലാതെ എഴുന്നേറ്റ് എന്ന് 4 ബോസൊന്നും തരത്തില്ലല്ലോ. അതില്ല. എന്തായിരുന്നു പേര്? ഉണ്ണിമാധവ. അല്ല, ഉണ്ണിമാധവ. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു നട്ടാൽ ആപത്ത് കാലത്ത് മൂക്കത്ത് വെക്കാം. മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഇനി പറഞ്ഞു കൊടുക്കരുത്. ഇപ്പൊ 4 ഫോട്ടോ എടുത്ത് വെച്ചാ പിന്നെ എപ്പോ വേണമെങ്കിലും കൊടുക്കാം. എന്താടാ ഓ നിന്നെ ഒടുക്കത്താവാനായിട്ട് ഞാൻ ഒരു കിടിലൻ ക്യാപ്ഷൻ പറഞ്ഞുതരാം. കടച്ചിൽ നിന്ന പാലാഴി. വേണ്ട, ഞാനിത് ഇന്ത്യൻ എക്സ്പ്രസിനെ അടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അച്ചടിച്ചോ. അതിലെങ്ങനെ വന്നേനെ? സ്റ്റോപ്പിംഗ് ദ കടച്ചിൽ ഓഫ് പാലാഴി. വെരി ഗുഡ്. ഇവനാരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടൊരു വെയിറ്റിന്. പേരെന്താണ്? വൈഷ്ണവി. വൈഷ്ണവി എവിടെയാണ്? ഞാൻ കോതമംഗലം. കോതമംഗലത്താണ്. പാട്ട് പാടും. ഓക്കെ. എന്താണ് വൈഷ്ണവി അപ്പോഴേ പറയണ്ടേ? മിനുങ്ങും മിന്നുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ ഇന്നച്ചൻ വരുമോ ചാരേ ഇന്നച്ചൻ. ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നിൽ ഇത്രത്തോളം ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല. അപ്പം നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ റെഡി, ആക്ഷൻ. ഇതുപോലൊരു സുവർണാവസരം കിട്ടിയെന്ന് വരില്ല. ഞാൻ പോയിട്ട് കടക്കുന്നു നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയണ. ഞാൻ പോയിട്ട് കടക്കിൽ നിന്ന് 4 ഫോട്ടോസ് എടുത്തിട്ട് കടക്കിൽ നിന്ന് 4 ഫോട്ടോ. കടക്കിൽ നിന്നല്ല, കുളത്തുപുഴയിൽ. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. കടക്കേന്ന് 4 ഫോട്ടോ എടുത്തിട്ട് വരാം. പാലാഴി സാർ മരിച്ചിട്ടില്ല. അതെനിക്കറിയാം. അയാൾ മരിച്ചാലും അങ്ങനെ തന്നെയല്ലേ കിടക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇരുന്ന് ചിരിച്ച് ഫോട്ടോ ഒന്നും ചിരിച്ചോണ്ട് പോസ് ഒന്നും തരില്ലല്ലോ. എന്താ ഗുരുവായൂരം
ഉണ്ണിമാധവ, എന്തോ ഞാനൊരു പഴഞ്ചൊല്ല് പറയാം. പറയൂ. സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു തട്ടാൽ ആപത്ത് കാലത്ത് മൂക്കുത്തി വെക്കാം. മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ പിന്നീട് അത് ഉപയോഗിക്കാം. ഒരു കിടിലൻ ക്യാപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. പറയൂ. കടത്തുന്നു. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. കടത്തിൽ വന്ന പാലാഴി. ഓ, കടത്തിൽ വന്ന പാലാഴി. ഏത് കടത്തില്? കടച്ചിൽ. കടച്ചിൽ നിന്ന് വന്ന പാലാഴി. നിന്ന് വന്നല്ല, നിന്ന പാലാഴി. ഇത് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തിരുന്നെങ്കിൽ അവരെപ്പോഴേ അടിച്ചിറക്കിയേനെ. എങ്ങനെയാണ്? ഷോപ്പിംഗ് കടച്ചിലോ പാലാഴി. ഇന്നല്ല പിന്നെ സൂപ്പർ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ഒരുപാട് അഭിനയം കാഴ്ചവെക്കാനുള്ള ആളാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ലാസ്റ്റ് വിളിച്ചത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഐശ്വര്യ. ഐശ്വര്യ. അപ്പോൾ ഐശ്വര്യമായിട്ടൊരു പാട്ട് നമുക്ക് വേണ്ടി, പാട്ടല്ല സോറി, അപ്പോൾ അഭിനയം നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതിന് എവിടെ നാട്? എവിടെയാണ്? പത്തനംതിട്ട. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഞാൻ പോയി പെട്ടെന്ന് കടക്കേന്ന് 2-3 ഫോട്ടോ എടുത്തിട്ട് വരാം. 4 ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് വരാം. പാലാഴി സാർ മരിച്ചിട്ടില്ല. അതെനിക്കറിയാന്നേ. അങ്ങനെ മരിച്ചാലും അങ്ങനെയല്ലേ കിടക്ക. ഉണ്ണിമാധവ, ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്താണ്? സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു വെച്ച ആപത്ത് കാലത്ത് മൂക്കത്ത് വെക്കാം. മനസ്സിലായില്ല. അതായത് ഇപ്പൊ 2-3 ഫോട്ടോ എടുത്ത് വെച്ചാ വേണമെങ്കിൽ കൊടുക്കാം. വേണമെങ്കിൽ ഞാൻ ഒരു ക്യാപ്ഷൻ പറഞ്ഞു തരാം. കടച്ചിൽ തീർന്ന പാലാഴി. അല്ല, കടച്ചിൽ തീർന്ന പാലാഴി. സ്മാർട്ട് ബോയ്. വേണ്ട, അത് അങ്ങനെ അങ്ങോട്ട്. ഞാനിപ്പോ ഈ ക്യാപ്ഷൻ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തിരുന്നേല് എപ്പോഴും അച്ചടിച്ചാൽ ഇറക്കിയേനെ. എങ്ങനെ വന്നേ ക്യാപ്ഷൻ? സ്റ്റോപ്പിംഗ് ദ കടച്ചിൽ ഓഫ് പാലാഴി. വെരി ഗുഡ്. അത് അടിപൊളി. ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി, എന്നെ കൂട്ടണ്ട. യെസ്, RLV കുട്ടികളുടെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. ഒരു വേദിയിൽ ആദ്യം കടന്നു വരുന്നത് ചെറിയൊരു കാര്യമല്ല, അതൊരു അപാര ഗട്ട്സാണ്. അത് നമ്മൾ എല്ലായിടത്തും പറയുന്നുണ്ട്. അവർക്ക് പ്രത്യേക ഒരു പ്രൈസ് നമ്മൾ കൊടുക്കുന്നതാണ്. ഇവിടെയും നമ്മൾ മൗഷ്മിക്ക് ഒരു പ്രത്യേക ഗിഫ്റ്റ്. ആദ്യം കടന്നു വന്നതിലും മനോഹരമായി പാടി നല്ല പെർഫോമൻസും ആയിരുന്നു. വെരി മോശം. നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. ഇനി അടുത്തൊരാളെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആർദ്രയ്ക്ക് സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു ആര്യ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ക്ലാസിക് ഡാൻസർ ഇത്രയും എക്സ്പ്രസീവായിട്ട് സംസാരിക്കുമ്പോൾ പോലും, ഇപ്പോൾ പേര് വെച്ചാൽ തന്നെ കണ്ണൊക്കെ കൊണ്ടാണ് ഉത്തരം പറയുന്നത്. കൊള്ളാട്ടോ, അത് ആ ഫുള്ള ഡാൻസിലാണ് ഇദ്ദേഹം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പിക്കിൾ, ഇറ്റ്സ് ഹോം പാക്ഡ് ഇൻ എ ജാർ. മുബീസ് കിച്ചൺ നൽകുന്ന ഒരു ഗിഫ്റ്റ്. സുഹൃത്തുക്കൾക്ക് പറ്റുമെങ്കിൽ കൊടുത്തോട്ടോ. ഇല്ല, കൊടുക്കത്തില്ലത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വക ഒരു ഗിഫ്റ്റ്. എഴുതുമല്ലേ? ഓക്കെ, ശരി. ഇനി ഞാൻ വിളിക്കുന്നു ശിവപ്രിയ. ഞാൻ ഒരിക്കലും വിചാരിച്ച ആ വാവ് കാണിച്ചില്ല. അപ്പോൾ ശിവപ്രിയക്ക് പെർഫ്യൂം ചരിത്രത്തിലെ തന്നെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്ക് യു. പെർഫ്യൂം ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റാണിത്. ഇതിൽ തന്നെ സോളിഡ് പെർഫ്യൂം ഉണ്ട്, അതുകൂടാതെ തന്നെ പോക്കറ്റ് പെർഫ്യൂം ഉണ്ട്, അത്തറുണ്ട്. എന്ന് വേണ്ട സുഗന്ധം അങ്ങ് പരത്തുക. ഇല്ല, ഇത് അടിച്ചിട്ട് പരത്തിയാൽ മതി കേട്ടോ. അത് ഏത് കമ്പനിയാണെന്ന് അറിയണ്ടേ? റായ് ആദം പെർഫ്യൂമിൻ്റെ ആണ്. അപ്പോൾ പൊളിക്കും കേട്ടോ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു അടിപൊളി പെന്നുണ്ട്. ഓക്കെ, റെഡി. ഓ, താങ്ക് യു. ഇനി ഞാൻ വിളിക്കുന്നു റഹ്മാൻ്റെ ഒരു മനോഹരമായ പാട്ടുണ്ട്, അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി. അപ്പോൾ അഞ്ജലിയാണ്. അഞ്ജലി വളരെ നല്ല പെർഫോമറായിരുന്നു. കൂടാതെ തന്നെ ടങ് ട്വിസ്റ്റേഴ്സൊക്കെ മനോഹരമായി പറയുന്ന കുട്ടിയാണ്. നമ്മുടെ ഈ നൊസ്റ്റാൾജിയ തുളുമ്പുന്ന കേരളത്തിൻ്റെ ഒരു സ്നാക്ക് പാരമ്പര്യമുണ്ട്. അങ്ങനെ തരുന്നൊരു സ്നാക്കാണിത്. ലഷ്. ഓരോ ബൈറ്റിലും അതിൻ്റെ ടേസ്റ്റാണ്, അതിൻ്റെ ട്രസ്റ്റാണ്. ഓക്കെ. പിന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. യെസ്. അപ്പോൾ ഒരാൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം നമ്മൾ കൊടുക്കുകയാണ്. ഐശ്വര്യ. എവിടെ? ഐശ്വര്യയുടെ ഗംഭീര ചിരിയാണ്. അപ്പോൾ ഒരുപാട് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതണം. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഓക്കെ.
ഓക്കെ, അപ്പോൾ RLB കോളേജിലായിരുന്നു. മനോഹരമായ കോളേജാണ്, മനോഹരമായ എപ്പിസോഡാണ്. ഗുഡ് ബൈ.